ഈ ഗ്രന്ഥം നമുക്ക് പരിചിതമായ ഒരു ചരിത്ര വിവരണ രീതിയിലല്ല. പെട്ടെന്ന് പറഞ്ഞാൽ ഗദ്യത്തിൽ എഴുതപ്പെട്ട ഒരു ഹെബ്രായ കവിതയാണ് ഈ സൃഷ്ടി വിവരണങ്ങൾ. ഗദ്യത്തിൽ പ്രോസിൽ എഴുതപ്പെട്ട ഒരു പോയട്രിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കവിതയിൽ മനോഹരമായ ചില സത്യങ്ങൾ ആവിഷ്കരിക്കുന്നത് പോലെ വേണം നമ്മൾ ഈ ആദ്യത്തെ 11 അധ്യായങ്ങളെ, ഉൽപ്പത്തിയുടെ ആദ്യത്തെ 11 അധ്യായങ്ങളെ വായിച്ച് എടുക്കേണ്ടത്. അപ്പോൾ ചോദിക്കേണ്ട ചോദ്യം, എന്ത് അടിസ്ഥാന ദൈവശാസ്ത്ര തത്വങ്ങളാവും ഈ ഗ്രന്ഥം വിവരിക്കാൻ ശ്രമിക്കുന്നത്? ഈ കവിതാരൂപം എന്തൊക്കെ സത്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്? എന്തൊക്കെയാണത്? പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെ? മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെ? മനുഷ്യൻ്റെ വീഴ്ച സംഭവിച്ചത് എങ്ങനെ? സാത്താൻ രംഗപ്രവേശനം ചെയ്യുന്നത് എങ്ങനെ? പാപത്തിൻ്റെ ഉത്ഭവം എങ്ങനെ? പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ എങ്ങനെ? ദൈവം പാപത്തിൻ്റെ ദുരിതഫലങ്ങളെ നേരിടാൻ തൻ്റെ രക്ഷാപദ്ധതിയെ